സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിന്റെ 10 വർഷങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ ഒരുങ്ങി ബിജെപി. കേരളം വീണ പതിറ്റാണ്ട് എന്ന പേരിലാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്ന ചടങ്ങിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിർവഹിച്ചു. 9 വർഷങ്ങൾക്ക് മുമ്പ് പിണറായി വിജയന്റെ വാക്ക് വിശ്വസിച്ചാണ് ജനങ്ങൾ ഇടതുപക്ഷത്തിന് അവസരം കൊടുത്തത്. എന്നാൽ LDF സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 9 വർഷവും കേരളം കൊടിയ ധനപ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു. റീൽസ് എടുക്കാനും PR വർക്കിനും മാത്രമാണ് പണമുള്ളത്. ഇതുവരെ കണ്ടത് LDF മോഡലാണ്. ഇനി വരാനിരിക്കുന്നതാണ് നരേന്ദ്രമോദി മോഡൽ വികസനമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇതുവരെ നടന്നത് കേരള മോഡലല്ല, അത് CPM-ന്റെ മോഡലാണ്, കോൺഗ്രസിന്റെ മോഡലാണ്. ഇനി വരാൻ പോകുന്നത് ഒരു വികസിത കേരളം മോഡൽ, നരേന്ദ്രമോദിജിന്റെ മോഡൽ. അതാണ് ജനങ്ങൾക്ക് വേണ്ടത്. മാറ്റം വേണമെന്ന് ജനങ്ങൾ പറയുന്നു. അവർക്ക് വേണ്ടത് CPM-ന്റെ മോഡലല്ല, അവർക്ക് വേണ്ടത് കോൺഗ്രസിന്റെ അഴിമതി മോഡലല്ല, അവർക്ക് വേണ്ടത് വികസനം, തൊഴിൽ, നിക്ഷേപം, അവസരങ്ങളുടെ മോഡലാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിലയിരുത്താനുള്ള അവസരമാണിത്. നീതി ആയോഗിന്റെ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനു വിട്ടുനിന്നു? മനസാക്ഷി കുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കാതിരുന്നത്. ജനം വെറുതെ സർക്കാരിന്റെ പ്രതിനിധിയായി പോയിട്ട് എന്ത് കാര്യമുണ്ടെന്ന് മുഖ്യമന്ത്രി ചിന്തിച്ചിട്ടുണ്ടാകുമെന്ന് മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വെറുക്കപ്പെട്ട ഒരു സർക്കാർ എന്നുള്ള നിലയ്ക്ക്, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇനി ഏത് സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് എന്ത് പ്രയോജനം എന്നുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ ഒരു മനസാക്ഷി കുത്തായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പങ്കെടുക്കാതിരുന്നത്. ഒരു സുപ്രധാനമായ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇത്രയും ജനവിഭാഗത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കൊടും ക്രൂരതയാണ്. BJDS NDAയുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിലും സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് BJP. ജനം, തിരുവനന്തപുരം.